ഞാൻ ദേഷിക്കുകയും ചെയ്യും. ഞാൻ നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും അവിടുന്ന് നിരസിക്കുന്ന സകലവും ഞാൻ നിരസിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ദേഷിക്കുന്ന സകലവും ഞാൻ ദേഷിക്കുകയും ചെയ്യും. ഞാൻ നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും അവിടെ നിരസിക്കുന്ന സകലവും ഞാൻ നിരസിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ദേഷിക്കുന്ന സകലവും ദേഷിക്കുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ആത്മീയ മകനും വാത്സല്യവാനുമേ, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ യോഗ്യമായും കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ന്യൂനാസീനതയും കൂടാതെ നീ നിലനിൽക്കണം. മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ധൂർത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷങ്ങളിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരുളയിൽ നിന്നും ദൈവത്തിന്റെ വാതിൽക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന ശേഷം കാര്യങ്ങളിൽ നിന്നും നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം കശീശ കളങ്കം കണ്ടെത്തപ്പെടാത്തവനും ഏക ഭാര്യയുടെ ഭർത്താവും വിചാരങ്ങളിൽ ജാഗ്രതയുള്ളവനും പക്വതയുള്ളവനും ക്രമമുള്ളവനും അതിഥിപ്രിയനും മൽപ്പാനും മദ്യപ്രിയനല്ലാത്തവനും അടിപ്പാൻ ധൃതി കൂട്ടാത്തവനും ആയിരിക്കണം. അങ്ങനെയുള്ളവൻ കശീശ സ്ഥാനത്തിന് യോഗ്യനാകുന്നു. അവൻ വിനീതനും ശണ്ട കൂടാത്തവനും ദ്രവ്യ സ്നേഹം മുതലായവ ഇല്ലാത്തവനുമായിരിക്കണം. ലൗകിക സമ്പാദ്യത്തിന്റെ കവർച്ചയായ പലിശയിൽ നിന്നും അകന്നിരിക്കണം. എന്തെന്നാൽ ഇവയെല്ലാം ദൈവത്തിനു മുമ്പാകെ നിന്ദ്യങ്ങളാകുന്നു. ഒരുവൻ ഇപ്രകാരം പ്രവർത്തിക്കുകയും അവൻ ആചാരിത്ത ക്രമത്തിൽപ്പെട്ടവനായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും ദൈവിക സ്ഥാനത്ത് നിന്നും തള്ളപ്പെട്ടവനായി തീരുന്നു. ഇത് എല്ലാവർക്കും പരസ്യമായി അറിവുള്ളതാകുന്നു. എന്നാലോ നീ ശാന്തനും വിനീതനും നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡനമസ്കാരവും നടത്തുന്നവനായിരിക്കണം. കണ്ണുനീരോടും നെടുവീർപ്പോടും നിനക്ക് വേണ്ടിയും നിനക്കായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടിയും ദൈവത്തിനു മുമ്പാകെ യാചിക്കണം. ദൈവം തമ്പുരാൻ നിന്നെ സഹായിക്കുന്നതിനും നീ നിന്റെ ജനവും പരീക്ഷകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടി തന്റെ മുമ്പാകെ നീ എല്ലായ്പ്പോഴും അപേക്ഷകൾ ചൊരിയണം. എന്തെന്നാൽ ഇത്